ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട്. ഇന്നലെ രാത്രി മുഴുവൻ പെയ്ത മഴയിൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. പല നാശനഷ്ടങ്ങളുടെയും വാർത്തകൾ വരുന്നു. മഴയിൽ മുങ്ങി നാട്. ഞാനിന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ന്യൂസ് ഡെസ്കിൽ. അതായത് ഈ മഴയുള്ള സ്ഥലത്തൊക്കെ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പോയി നിൽക്കണം എന്ന്. കാര്യം ഏറ്റവും മഴക്കെടുതികളുടെ വാർത്തകളും അതുപോലെ ജനങ്ങളുടെ അവസ്ഥയും തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ റിപ്പോർട്ടേഴ്സ് തികയുന്നില്ല. അത്ര കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9:48 സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ ഇന്നലെ രാത്രി ഉണ്ടായത് കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. കൊച്ചി നഗരത്തിൽ തന്നെ വൈറ്റില, പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട്, ഇൻഫോ പാർക്ക് മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വരെ വെള്ളം കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വാർഡുകളിലും വെള്ളം കയറിയെന്ന് വാർത്ത വരുന്നു. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, തിരുവനന്തപുരത്ത് നിന്ന് ഷഗത് റഹ്മാൻ, ഷെഫീദ് റാവുത്തർ, കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. തൽക്കാലം ഇത്രയും ആളുകൾ റിപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി അണിചേരും ഈ മഴക്കാല കെടുതികൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ. ആദ്യം വിനീത വി ജിയിലേക്ക്. വിനീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. കൊച്ചിയിൽ വിനീത വി ജി, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ്? മഴക്കെടുതികളുടെ വാർത്തകൾ കൂടുതലായി വരുന്നുണ്ടോ? ആശങ്കയ്ക്ക് കാരണമുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. രാവിലെ മുതൽ തന്നെ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴയാണ്. നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഉച്ചയോടെ ഈ മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റമുണ്ടാകും. അടുത്ത 2 ദിവസത്തേക്ക് കൂടി മഴയ്ക്ക് വകയുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. 2 ദിവസത്തേക്ക് കൂടി കടുത്ത മഴയുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് നഗരത്തിൽ ഉൾപ്പെടെ മഴ കൂടുതൽ ശക്തമായത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം പലയിടങ്ങളിലും മഴ തുടർച്ചയായി പെയ്യുന്നൊരു അവസ്ഥയാണ് ഇന്നലെ എറണാകുളത്തുണ്ടായത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ പാലാരിവട്ടം, ഇടപ്പള്ളി, ഫോർട്ട് കൊച്ചി, മലയാറ്റൂര്, കോതമംഗലം എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ കടുത്ത മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കലൂര്, ഇടപ്പള്ളി, ഇൻഫോ പാർക്ക് മേഖലകളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായി. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇൻഫോ പാർക്കിലാണ്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ ഈ മേഖലയിൽ ഇങ്ങനെ തുടർന്ന് പെയ്യുകയാണ്. ഈ ഇൻഫോ പാർക്കിങ്ങിലെ ഈ പാർക്കിംഗ് ഏരിയയിലാണ്, ഈ ഇൻഫോ പാർക്കിലെ പാർക്കിംഗ് ഏരിയകളിലൊക്കെയാണ് ഇന്നലെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായത്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ വെള്ളക്കെട്ടിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് തന്നെയാണ്. അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ഇൻഫോ പാർക്കിലേക്കുള്ള ജീവനക്കാർ പറയുന്നത് ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഈ വെള്ളം കയറാത്തിടങ്ങളിലൊക്കെയാണ് ഇന്നലെ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് മഴ പെയ്തപ്പോൾ അത് കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചതെന്ന് തന്നെയാണ്. ഈ കലൂർ പോലുള്ള നഗരമേഖലകളിലെ ഇടറോഡുകളിലും ഈ ചെറിയ ഇടവഴികളിലേക്കും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. MG റോഡിലും വെള്ളം കയറി. കടകളിലും വീടുകളിലേക്കും ഒക്കെ കയറിയ വെള്ളം അത് ഇന്നലെ രാത്രി മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടായപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി തുടങ്ങുകയാണ്. പക്ഷേ ആശങ്കയുണ്ട് എസ്കെൻ. കാരണം ഇപ്പോൾ മഴ ഇവിടെ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, പുഴയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളത്ത് മഴ ഇങ്ങനെ തകർത്ത് തന്നെയാണ് പെയ്യുന്നത്. ഇന്നലെ പുത്തൻകുരിശ് ഭാഗത്ത് ഈ MGM സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയുണ്ടായി. ഒപ്പം തന്നെ കരിമുകളിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ വള്ളം മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചു. എന്നിങ്ങനെ മഴക്കെടുതികളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
താങ്ക് യു വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ കൊച്ചിയിൽ വെള്ളം കയറി എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. ഇനി തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. സൂരജ് സജി തത്സമയം. ഗുഡ് മോർണിംഗ് സൂരജ് സജി. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലെ കയറിയ വെള്ളത്തിൽ കാഷ്വാലിറ്റി അത്യാഹിതങ്ങളുണ്ടോ? അതും അത്യാഹിത ഭാഗത്തിൽ തന്നെ വെള്ളം കയറി എന്നാണല്ലോ വാർത്ത വരുന്നത്. SKN 3 കോടി രൂപയിലധികം നഷ്ടമാണ് ഈ അശ്വിനി ആശുപത്രിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്നലെ 7 മണിയോടുകൂടിയാണ് തൃശ്ശൂരിൽ മഴ തുടങ്ങുന്നത്. പക്ഷേ മിനിറ്റുകൾക്കകം തന്നെ ഈ പെയ്തിറങ്ങിയ മഴയിൽ തൃശ്ശൂർ നഗരമാകെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ നഗരത്തിലെ വിവിധ മേഖലകളിൽ വെള്ളം കയറി. അതിനിടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അശ്വിനി ആശുപത്രിക്കകത്തേക്കും വെള്ളം ഇരച്ചെത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കാഷ്വാലിറ്റിക്കകത്തേക്കടക്കം വലിയ രീതിയിൽ വെള്ളം കയറി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എൻ്റെ ഇത്രത്തോളം ഭാഗം, അതായത് ഈ കൈ കാണിക്കുന്ന ഇത്രത്തോളം ഭാഗത്ത് ഇന്നലെ വെള്ളമുണ്ടായിരുന്നു. നമ്മളിവിടെ വെള്ളമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഏതുവരെ ഉണ്ടായിരുന്നു? ഇവിടം വരെ ഉണ്ടായിരുന്നു ബോഡി തന്നെയാണ് ഇത്തരത്തിൽ ഇവിടം വരെ വെള്ളമുണ്ടായിരുന്നു. ഈ സമയത്തുണ്ടായിരുന്ന കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന രോഗികളെല്ലാം തന്നെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റി. ആ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പെട്ടെന്ന് വെള്ളം എത്തി. ആ സമയത്ത് ഈ കേബിളുകളും അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ജീവനക്കാർ ഈ ബെഡിന് മുകളിലെല്ലാം കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ വലിയ രീതിക്കകത്തേക്ക് ഈ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു അശ്വിനി ആശുപത്രിക്കകത്തേക്ക് ഉണ്ടായത്. പ്രധാനമായും പറയുന്നത് ഈ ആശുപത്രിക്ക് മുന്നിലെ PWDയുടെയും കോർപ്പറേഷന്റെയും ചുമതലയിൽ വരുന്ന കാനകളുണ്ട്. ഈ കാന വൃത്തിയാക്കുന്നതിൽ ഉണ്ടായ ഒരു പോരായ്മ, ആ പോരായ്മ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ നഷ്ടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് കോർപ്പറേഷൻ അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും അടക്കമെത്തി ഈ ഓട പൊളിച്ച് ഇന്നലെ ആ തടസ്സങ്ങൾ നീക്കിയതിന് ശേഷം മാത്രമാണ് ഈ ആശുപത്രിയിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്നത്. രാത്രി 10:45 കൂടിയാണ് നമ്മളിവിടെ എത്തുന്ന സമയത്താണ്, ആ സമയത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയത്. എന്തായാലും ഇപ്പോഴും ഈ ആശുപത്രിക്കകത്ത് ഈ ചെളിയെല്ലാം തന്നെ അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇനി വൃത്തിയാക്കിയാൽ മാത്രമാണ് ഇതിനകത്തേക്ക് രോഗികൾ ഉൾപ്പെടെ പ്രവേശിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പോലും അശ്വിനി ആശുപത്രിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ, അത് വടക്കേ ബസ് സ്റ്റാൻഡ് ആകട്ടെ, അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ഷൊർണൂർ റോഡാകട്ടെ, അവിടങ്ങളിലെല്ലാം വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറി എന്നുള്ളതാണ് ഇന്നലത്തെ മഴയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വടക്കേ ചിറയിലെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ വെള്ളം കയറി. ഗ്രൗണ്ടിലത്തെ നിലയിൽ, അതിലൊരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഗ്രൗണ്ടിലത്തെ നില പൂർണ്ണമായും, അടിയിലെ നില പൂർണ്ണമായും മുങ്ങി. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളടക്കം വെള്ളക്കെട്ടിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഇന്നലെ പെയ്ത മഴയിൽ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മഴ തൃശ്ശൂരിൽ തുടരുകയാണ്. നഗരത്തിൽ വലിയ തോതിൽ മഴയില്ലെങ്കിൽ പോലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നാൽ, മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കനത്ത മഴ, അത് അതിരപ്പള്ളി തുടങ്ങി കുതിരാൻ വരെ നീളുന്ന മലനിരകളിൽ ഉടനീളം കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജില്ലാ ഭരണകൂടം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്ത് കാഷ്വാലിറ്റി ഉണ്ടായാലും അത് പ്രതിരോധിക്കാനുള്ള അതിനുവേണ്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തരത്തിൽ ജില്ലാ ഭരണകൂടവും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മഴക്കാല വാർത്തകളും മഴക്കെടുതികളുടെ വാർത്തകളും ഒക്കെ തന്നെ തൽക്ഷണം സംപ്രേഷണം ചെയ്യാനുള്ള എല്ലാവിധമായ തയ്യാറെടുപ്പുകളും 24 ചെയ്തു കഴിഞ്ഞു. 24ൻ്റെ ആർമി, 24ൻ്റെ പട്ടാളം എല്ലാ ജില്ലകളിലും പല സ്ഥലങ്ങളിലും മഴ തകർക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അവർ യഥാവിധമായ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാ കെടുതികളുടെയും വാർത്ത നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ, മഴയുടെ കാര്യം പല ജില്ലകളിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കെടുതികളുടെ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൃശ്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ അയച്ചു തരിക. അതും സംപ്രേഷണ യോഗ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രക്ഷേപണം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.